വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവവചന പഠന ചിന്തയോടനുബന്ധിച്ച് വീണ്ടും കർത്താവിന്റെ സന്നിധാനമാണ്. കർത്താവ് ഇടയാക്കി ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ ഓർത്തുന്ന ദൈവത്തിന് സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠ കർത്താവിന്റെ ദാസൻ വാക്കുകൊടുത്തിരിക്കുന്ന ദൈവമക്കൾ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിലുള്ള സന്ധ്യാമോഹനങ്ങളെ അറിയിക്കും. നമ്മുടെ തിരുപ്രഭാഷണം എന്ന വിഷയത്തിന്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് അതിൻ്റെ ഒരു ആമുഖമായ കാര്യങ്ങൾ ചിന്തിപ്പാൻ കർത്താവ് നമ്മെ ഇടയാക്കി. ഇന്ന് രാത്രിയിൽ നമുക്ക് അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മുടെ ശാന്തതയോടെ നമുക്ക് ചിന്തിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് തിരുപ്രഭാഷണം എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായിരുന്നു. അതോടൊപ്പം തന്നെ മത്തായിയുടെ സുവിശേഷത്തിന്റെ ഒരു ചെറിയ ഒരു സ്കെൽറ്റിംഗ്, അതിനകത്തൊരു ഔട്ട്ലൈൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കാനിടയായിരുന്നു. തുടർന്ന് നമ്മൾ ഈ വാക്യങ്ങളിലേക്ക്, തിരുപ്രഭാഷണത്തിന്റെ വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമുണ്ട്. തിരുപ്രഭാഷണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നവർ എങ്ങനെ ജീവിക്കണമെന്നുള്ള ദൈവത്തിന്റെ പ്രതീക്ഷയാണ് എന്ന് പറയുന്നത് തിരുപ്രഭാഷണം. അപ്പോൾ ദൈവഭരണത്തിന്റെ കീഴിൽ വന്നവർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെ കുറിച്ചുള്ള ദൈവത്തിന്റെ പ്രതീക്ഷ എന്താണ്, ഇതിനെ വളരെ വ്യക്തമായി കർത്താവ് പഠിപ്പിക്കുന്ന ഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. നമ്മൾ ആ തിരുപ്രഭാഷണത്തിലേക്ക് കടന്നു വരുമ്പോൾ ആരോടാണ് കർത്താവ് ഇത് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണ് കർത്താവ് ഇത് പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1, 2 വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവൻ പുരുഷാരത്തെ കണ്ടാതെ മലമേൽ കയറി. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അവന്റെ അടുക്കൽ വന്നു. അപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ പ്രധാനമായി 2 തരത്തിലുള്ള ഓഡിയൻസ് ആണ് നമ്മൾ ഇവിടെ കാണാൻ കഴിയുന്നത്. 2 തരത്തിലുള്ള ഓഡിയൻസ്. ഒന്നാമത്തെ ഓഡിയൻസിനെ നമുക്ക് അതിന്റെ പ്രൈമറി ഓഡിയൻസ് ആയിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. അതിന്റെ പ്രൈമറി ഓഡിയൻസ്. ആ പ്രൈമറി ഓഡിയൻസ് ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ. അപ്പോൾ യേശു ഇത് ആദ്യമായി പറയുന്നത് ആരോടാണ്? ശിഷ്യന്മാരോടാണ്. അപ്പോൾ ഈ ഉപദേശം യേശു പ്രധാനമായിട്ടും പറയുന്നത് ശിഷ്യന്മാരോടാണ്. എന്നാൽ ശിഷ്യന്മാരോട് പറയുമ്പോൾ തന്നെ ആര് കേൾക്കുന്നുണ്ട്? പുരുഷാരും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ പ്രൈമറി ഓഡിയൻസ് എന്ന് പറയുന്നത് ഒരു ശിഷ്യന്മാരാണ്. സെക്കൻഡറി ഓഡിയൻസ് എന്ന് പറയുന്നത് ആരാണ്? പുരുഷാരം തന്നെയാണ്. അപ്പോൾ പുരുഷാരം ഇത് കേൾക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം തന്നെ 7-ാം അധ്യായം അതിന്റെ 28-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുന്നത്, ഈ വചനങ്ങളെ യേശു പറഞ്ഞു തീർന്നപ്പോൾ പുരുഷാരം അവന്റെ ഉപദേശത്തിൽ എന്ത് ചെയ്തു? വിസ്മയിച്ചു. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഉപദേശം ആര് കേൾക്കുകയും ചെയ്തു? പുരുഷാരം. അപ്പൊ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള ശ്രോതാക്കളെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന് ശിഷ്യന്മാരുടെ. യേശു ആരോടാ പറഞ്ഞത്? ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ തന്നെ ആരും കേൾക്കുന്നുണ്ടായിരുന്നു? പുരുഷാരും എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോൾ കാണുന്നത് ഇത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ആര്? ശിഷ്യന്മാരും പുരുഷാരും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ചെറിയ വ്യത്യാസമുണ്ട്. എന്താ ഇവര് തമ്മിലുള്ള വ്യത്യാസം? ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ കാൽപാദങ്ങളെ അനുഗമിക്കാൻ സമർപ്പിക്കപ്പെട്ട ഒരാളാണ് ആരെന്ന് പറയുന്നത്? ശിഷ്യൻ എന്ന് പറയുന്നത്. നമുക്ക് ഒന്നും കൂടെ ഞാൻ അതിനെ ചേർത്ത് പറഞ്ഞാൽ, ഗുരു എവിടെ കാൽപാദങ്ങൾ വെക്കുന്നോ അതേ കാൽപാദത്തിൽ തന്നെ വെച്ച് ഗുരുവിന്റെ പാത പിന്തുടരുവാൻ ഹൃദയം കൊണ്ട് സമർപ്പിക്കപ്പെട്ടവരാണ് ആരെന്ന് പറയുന്നത്? ഒരു ശിഷ്യൻ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഈ ശിഷ്യന്മാരെന്ന് പറയുമ്പോൾ ഒരിക്കലും 12 ശിഷ്യന്മാരെ അല്ലെങ്കിൽ 12 അപ്പോസ്തലന്മാരെ അല്ല പറയുന്നത്. കാരണം അവരെ ചൂസ് ചെയ്തത് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്
പക്ഷേ ശിഷ്യൻ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് ചെയ്തവനാണ്? ഗുരുവിനെ എന്ത് ചെയ്തവൻ? ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ കർത്താവിന്റെ വചനങ്ങളെ അതിൽ പ്രകാരം അനുസരിക്കുവാൻ വേണ്ടി ഹൃദയം കൊണ്ട് എന്ത് ചെയ്തവരാണ്? സമർപ്പിക്കപ്പെട്ടവരെയാണ് ആരെന്ന് പറയുന്നത്? ശിഷ്യൻ എന്ന് പറയും. എന്നാൽ പുരുഷാരത്തിന് പ്രത്യേകതയുണ്ട്. ആരെ പുരുഷാരം? നമുക്കതിനെ വളരെ വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ചാൽ മത്തായിയുടെ സുവിശേഷം തന്നെ 4-ാം അധ്യായം അതിന്റെ 23, 24, 25 വാക്യം ഞാൻ വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 23, 24, 25 അവിടെ ഇങ്ങനെ പറയുന്നത്: പിന്നെ യേശു ഗലീലൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയെയും സൗഖ്യമാക്കുകയും ചെയ്തു. അവന്റെ സ്തുതി സുറിയിലൊക്കെയും പരന്നു. നാനാവ്യാധികളാലും ബാധകളാലും വലഞ്ഞവർ, ഭൂതഗ്രസ്തർ, ചന്ദ്രരോഗികൾ, പക്ഷപാതക്കാർ, ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അടുത്ത് പറഞ്ഞു നോക്കി: അവൻ അവരെ സൗഖ്യമാക്കി ഗലീല, ദെക്കാപ്പൊലി, യെരുശലേം, യഹൂദ്യ, യോർദാനക്കരെ എന്നീ ഇടങ്ങളിൽ നിന്ന് വളരെ പുരുഷാരം അവനെ എന്ത് ചെയ്തു? അനുഗമിച്ചു. നമുക്ക് ആ വാക്യത്തിൽ നിന്ന് നമുക്ക് തന്നെ നോക്കിയാൽ ഇവിടെ വ്യത്യാസം കാണാൻ കഴിയും. പുരുഷാരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ വചനം കേട്ടവരാ, ഇവർ സൗഖ്യം അനുഭവിച്ചവരാ, അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടവരാ. പക്ഷെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? ഗുരുവിനെ അനുഗമിക്കാൻ എന്ത് ചെയ്തിട്ടില്ല? സമർപ്പിക്കില്ല. ഞാൻ അതിനെ ഒന്നും കൂടെ പറയാം. ഇതൊക്കെ നന്നായി കണ്ടവരാ, വചനം കേൾക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തുവിന്റെ പഠിപ്പീർ എന്താന്ന് അറിയാവുന്നവരാണ്. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഹൃദയം കൊണ്ട് എന്ത് ചെയ്തിട്ടില്ല? അപ്പൊ അവർക്ക് വേണ്ടത് എന്തൊക്കെ ഉള്ളൂ? അവർക്ക് വേണ്ടത് വിടുതല്, സൗഖ്യം നടക്കണം, വചനം കേൾക്കണം. പക്ഷെ ഇതൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രാവർത്തികമാകാനോ ഗുരുവിന്റെ പാത പിന്തുടരാൻ ഇവരെന്ത് ചെയ്യുന്നില്ല. ആത്മീയ ലോകത്തെ ഏറ്റവും വലിയൊരു പരാജയം അത് തന്നെ. ആത്മീയ ലോകത്തെ പരാജയം എന്ന് പറയുന്നത് ഇന്ന് പലരും യേശുവിനെ കാണുന്നതും യേശുവിനെ അറിയുന്നതും പലതും അവരുടെ ജീവിതത്തിൽ നടക്കാൻ വേണ്ടി, പലതും അനുഭവിക്കാൻ വേണ്ടി. പക്ഷേ യേശുവിനെ കുറിച്ചുള്ള ആഴമായ വെളിപ്പാടോ യേശുവിനെ ഫോളോ ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല. പക്ഷെ യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടത് യേശുവിനെ അനുഗമിക്കുന്നവരാണ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം ഗ്രേറ്റ് കമ്മീഷനിൽ കർത്താവ് പറയുന്നൊരു വാചകമുണ്ട്: സകല ജാതികളെയും ആരാക്കിക്കൊള്ളണം. അപ്പൊ കർത്താവിന് വേണ്ടത്, എന്റെ ഭാഷയിൽ പറയുകയാണ്, എന്റെ ഭാഷയിൽ പറയാം, വിശ്വാസികളെ അല്ല കർത്താവിന് വേണ്ടത്, കർത്താവിന് വേണ്ട ശിഷ്യന്മാരെ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു മിഷണറി ഒരു പ്രസംഗത്തിൽ പറഞ്ഞ വാചകം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. സെമിനാരിയിൽ അദ്ദേഹം മതം പറഞ്ഞൊരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്: നമ്മുടെ ചർച്ചകൾ എടുത്താൽ 100 വിശ്വാസികളുള്ള ചർച്ച ആണെങ്കിൽ അതിനകത്ത് 10 ശിഷ്യന്മാരെ കാണുള്ളൂ. ബാക്കി 90 ആരാന്നറിയാമോ? ഒരു പുരുഷാരത്തിന്റെ അതേ പോക്കാ. കാരണം ഇവരെന്തും വചനം കേൾക്കുന്നുണ്ട്. അവർക്ക് സൗഖ്യം വേണം, യേശു വിടുവിക്കുന്നവരാണെന്ന് കേൾക്കണം, യേശു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ സ്വിച്ചിട്ട് അത്ഭുതം പ്രവർത്തിക്കണം, ഇങ്ങനെയൊക്കെ വേണം. പക്ഷെ ആരെ ഫോളോ ചെയ്യാൻ കഴിയുന്നില്ല. യേശുവിനെ ഹൃദയം കൊണ്ട് എന്ത് ചെയ്യുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോടും എല്ലാവരോടും ഒരു കാര്യം പറയാം: യേശുവിനെ ഫോളോ ചെയ്യേണ്ടത് ഒരു പ്രത്യേക കാരണത്തിന് വേണ്ടിയല്ല. യേശുവിനെ ഫോളോ ചെയ്യേണ്ടത് അവൻ ദൈവമായതുകൊണ്ടാണ്. യേശുവിനെ നമ്മൾ പിന്തുടരണം. യേശുവിന്റെ പാദങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? നാം അനുഗമിക്കണം. അപ്പോൾ ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന നാം ആരായി മാറണമെന്നുള്ളതാണ്. ഒരു യഥാർത്ഥ ശിഷ്യനായി മാറണമെന്നുള്ളത്. വിശ്വാസി വന്നിരിക്കും, പറഞ്ഞാൽ നമ്മൾ 2 കയ്യെത്തിയും കടിക്കും, സ്തോത്രമൊക്കെ പറയും, എന്ത് ചെയ്യും? പോകും. പക്ഷെ ശിഷ്യന്റെ പ്രത്യേകത, അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം സാഹചര്യം വന്നാലും ആരെ ഫോളോ ചെയ്യും? ആ ഗുരുവിനെ എന്ത് ചെയ്യും? ഗുരുവിനെ എന്ത് ചെയ്യും? കാരണം ആ ഗുരുവിനെ ഫോളോ ചെയ്യാൻ ഹൃദയം കൊണ്ട് എന്ത് ചെയ്തവനാണ്? സമർപ്പിക്കപ്പെട്ടവനാണ്. ആ തീരുമാനം ഓൾറെഡി എന്ത് ചെയ്താ?
എടുത്തതാ. അതിന്റെ പുറകിൽ ഇനി എന്തെല്ലാം വന്നാലും ആരെ വിടുന്നില്ല, ആ ഗുരുവിനെ എന്ത് ചെയ്യത്തില്ല. ഒരു യഥാർത്ഥ ദൈവത്തിന്റെ ജീവിതത്തിൽ നാം ഇങ്ങനെ മാറേണ്ടത്. നാം യഥാർത്ഥത്തിൽ ആരാ മാറേണ്ടത്? ഒരു ശിഷ്യനായി മാറുന്നത്. അതുകൊണ്ട് കർത്താവ് ഞാൻ പറഞ്ഞ വാചകം, സകല ജാതികൾ ആരായിക്കൊള്ളണം. അപ്പൊ ശിഷ്യരാക്കണമെങ്കിൽ നാം ആരാണ് ആദ്യം? ശിഷ്യത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിന്റെ ആശയം എത്രയേ ഉള്ളൂ, കർത്താവിനെ നാം ആരായി മാറണം? അനുഗമിക്കുന്നവരായി മാറണം. ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരായി മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തെ നാം എന്ത് ചെയ്യുന്നവരായി മാറണം? അനുസരിക്കുന്നവരായി മാറണം. കർത്താവിനെ ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നവരല്ല, അല്ലേ? ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം, നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്ന രണ്ട് തരം ഓഡിയൻസിനെയാണ്. ഗിരിപ്രഭാഷണം കർത്താവ് പറയുമ്പോൾ രണ്ട് തരം. പ്രധാനമായിട്ട് ആരോടാ പറയുന്നത്? ശിഷ്യനോടാ പറയുന്നത്. കർത്താവിനെ അനുസരിക്കാൻ ഹൃദയം സമർപ്പിക്കപ്പെട്ടവരോടാ പറയുന്നത്. പക്ഷെ ആരും കേൾക്കുന്നുണ്ടായിരുന്നു? അപ്പൊ ഞാൻ ഇവിടുന്ന് ഒരു കാര്യം പറയാം. അകത്തൊന്നും പുറത്തൊന്നും അങ്ങനെ സുവിശേഷം, അകത്തുള്ളവനും പുറത്തുള്ളവനും എല്ലാം എന്ത് ചെയ്യണം? ഒരേ കാര്യം തന്നെ കേൾക്കണം. അകത്തുള്ളവൻ കേൾക്കുന്ന എന്താന്ന് വെച്ചാൽ, കേട്ടിട്ട് ഇതുവഴി ഇങ്ങനെ എന്ത് ചെയ്യണം, ഈ വഴി എന്ത് ചെയ്യണം, ആ യേശുവിന്റെ ബാധ എന്ത് ചെയ്യണം. പുറത്തുള്ളവൻ കേട്ടിട്ട് അവൻ ഇതിനകത്ത് വന്നാൽ അവൻ മനസ്സിലാക്കണം, ഇതിനകത്ത് ഇങ്ങനെ നടക്കാൻ കഴിയത്തുള്ളൂ എന്ത് ചെയ്യണം. അപ്പോൾ എന്റെ ഭാഷയിൽ രണ്ട് തരത്തിലുള്ള സുവിശേഷം, ഒക്കെ സുവിശേഷമുള്ളൂ. ആരെ കുറിച്ചുള്ള? യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം. അപ്പം രണ്ടു തരം ഓഡിയൻസിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട്. അതിന് നിങ്ങൾ നോക്കിയും അതിനുശേഷം നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട കാര്യവും ഒന്നേ രണ്ട് വാക്യങ്ങൾ കാണുന്നു. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരെന്ത് ചെയ്തു? എന്താ വാക്യം അങ്ങനെ പറഞ്ഞ്? ഇരുന്ന ശേഷം. ആ ഇരുന്ന ശേഷം എന്ന് പറയുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലമുണ്ട്. ആ കാലത്ത് റബിമാർ അവർ കൂടുതലായി പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവർ എങ്ങനെ സംസാരിക്കുന്നത്? ഇരുന്നു കൊണ്ട് അവരെന്ത് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ മനസ്സിലായി? വളരെ സീരിയസ് ആയ ഒരു കാര്യം അവർ പറയുമ്പോൾ, വളരെ കാര്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ഇരുന്നാണ് എന്ത് ചെയ്യുന്നത്. അവർ റബിമാർ ഇരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോൾ ആ പശ്ചാത്തലത്തിൽ ഒരു കാര്യം ഉറപ്പാ, വളരെ സീരിയസ് ആയ ഒരു കാര്യം എന്ത് ചെയ്യാം, വളരെ കാര്യമായ കാര്യം എന്ത് ചെയ്യാം. അപ്പോൾ ഈ വാക്യം നമുക്ക് എന്താ മനസ്സിലായത്? ഒരു ദൈവവൈതന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമാണ് ആര് പറയുന്നത്? ഗിരിപ്രഭാഷണത്തിലൂടെ കർത്താവ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അതുകൊണ്ടാണ് ആ പ്രയോഗം അവൻ ഇരുന്ന ശേഷം. അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാരെന്ത് ചെയ്തു? അപ്പൊ ഇരുന്ന ശേഷം എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താ? വളരെ പ്രധാനപ്പെട്ട, വളരെ സീരിയസ് ആയ കാര്യം. അപ്പോൾ ദൈവമക്കൾ ഗിരിപ്രഭാഷണത്തിന്റെ അകത്തെ ആ ചാപ്റ്റർ, ആ വാക്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുൻപേ ആദ്യമേ ഓർത്തോണം, ഈ ദൈവവചനം നമ്മളോട് വളരെ സീരിയസ് ആയ കാര്യം പഠിപ്പിച്ചതാണ്. കർത്താവ് എന്ത് ചെയ്തതാ? ദൈവരാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വന്നവൻ വളരെ ആഴമായി, വളരെ സീരിയസ് ആയിട്ട് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ഇതെടുത്തേ കഴിയത്തുള്ളൂ. കാരണം അത്രയ്ക്കും പ്രധാനപ്പെട്ട കാര്യം ആര് പഠിപ്പിച്ചത്? കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്ത് പഠിച്ചത്. അപ്പോൾ അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ എന്ത് ചെയ്തു? അടുത്ത വാക്യം നോക്കിയേ. അവൻ തിരുവായി മൊഴിഞ്ഞു. അവരോട് ഉപദേശിച്ചു. എന്താ ഈ തിരുവായി മൊഴിഞ്ഞു എന്ന് പറഞ്ഞത്? ഈ തിരുവായി മൊഴിഞ്ഞു എന്ന് പറയുന്നത് ഒരു പ്രയോഗം, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന പ്രയോഗം. പ്രത്യേകിച്ചും നമ്മള് ഈ എക്സ്ട്രാ ബിബ്ലിക്കൽ ആയ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. തിരുവായി മൊഴിഞ്ഞു എന്നുള്ളത് എന്താ? ഈ തിരുവായി മൊഴിഞ്ഞു എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അർത്ഥം ഞാൻ പറയാം. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഹൃദയം തുറന്ന് അവരോട് പറഞ്ഞു. അതാ തിരുവായി മൊഴിഞ്ഞു എന്ന് പറയുന്നത്. ഹൃദയം തുറന്ന്, അല്ലെങ്കിൽ ഇന്റിമേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പറയുക. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഹൃദയത്തിൽ നിന്ന് എന്ത് ചെയ്യുക. അപ്പോ ആ രണ്ട് പദങ്ങൾ ചേർത്ത് നിങ്ങൾ പറഞ്ഞു വരികെ, യേശു ഹൃദയം തുറന്ന്, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അകത്തു നിന്ന് യേശു പറഞ്ഞ വാക്കുകൾ. നമ്മൾ പലപ്പോഴും പറയുന്ന പ്രയോഗം
ഞാൻ എൻ്റെ ഹൃദയം തൊട്ട ഈ കാര്യം. എന്നാ പറയാൻ കാരണം അങ്ങനെ? നമ്മൾ അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ഇന്റിമേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പറയുന്നതായതുകൊണ്ട് നമ്മൾ പറയുന്നത് ഹൃദയം തുറന്ന് പറയാം. അതേ രീതിയിൽ കർത്താവ് പറയുക, വളരെ കാര്യമായ കാര്യം. ആര് ഹൃദയം തുറക്കുക? യേശു ഹൃദയം തുറന്ന് ആരെ പഠിപ്പിക്കുക? തന്റെ ശിഷ്യന്മാരെ, അല്ലെങ്കിൽ തന്നോട് കേൾക്കുന്ന പുരുഷാരത്തെ എന്ത് ചെയ്യുക, പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ രണ്ട് കാര്യം, രണ്ട് വാക്യങ്ങൾ ഭയങ്കര പ്രധാനപ്പെട്ട. ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ആരോടാണ് കർത്താവ് പറയുന്നത്? രണ്ട് വിധം ശ്രോതാക്കളാണ്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് ശിഷ്യന്മാർ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പുരുഷാരം. അതിനുശേഷം നമുക്ക് ആ വാക്യത്തിൽ കാണാൻ കഴിയുന്നത് ഇരുന്ന ശേഷം എന്ന പദമാണ്. ആ പദം സൂചിപ്പിക്കുന്നത് വളരെ കാര്യമായ കാര്യം, അല്ലെങ്കിൽ വളരെ സീരിയസ് ആയ കാര്യം എന്ത് ചെയ്യുക, യേശു പഠിപ്പിക്കുക. തിരുവായ്മൊഴി യേശു ഹൃദയം തുറന്ന് വളരെ വ്യക്തമായി സീരിയസ് ആയിട്ട് കാര്യം എന്ത് ചെയ്യുക, പഠിപ്പിക്കുന്നതാണ്. ഏതെന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം എന്നത്. അപ്പൊ 1-2 വാക്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഗിരിപ്രഭാഷണം വളരെയേറെ പ്രാധാന്യമുള്ള വിശേഷം. ഒരു ദൈവവൈതൽ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടതാണ് എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം എന്നത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ എങ്ങനെയോ നമ്മൾ കൂടുതൽ അവഗണിച്ചൊരു ഭാഗമാണ് എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. എന്നാൽ വളരെയധികം ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഏത് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. ഇനി ഞാൻ ആ അധ്യായങ്ങളിൽ ഒന്ന് പറഞ്ഞു പോയി. അതിന്റെ ഒരു ഔട്ട്ലൈൻ തരാം. എന്താണ് ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്? ഇതിന്റെ 5-ാം അധ്യായം 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, നിങ്ങൾ നോട്ട് ചെയ്യുന്നവരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞാൻ വളരെ സാവധാനത്തിൽ പറയാം. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഒരു ശിഷ്യന്റെ ആന്തരിക സ്വഭാവത്തെ കുറിച്ചാണ് പറയുന്നത്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഒരു ശിഷ്യന്റെ എന്താണ് ആന്തരികമായ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? അകത്തെ സ്വഭാവം എന്ത് ചെയ്യണം? അകത്തെ സ്വഭാവം. ഈ ദൈവത്തിന്റെ ഭരണം എവിടെയാണ് നടക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ അകത്താണ്. അപ്പം ഒന്നാമത് സംഭവിക്കേണ്ടത് ദൈവരാജ്യത്തിന്റെ ഭരണത്തിന്റെ കീഴിൽ വരുന്നവന്റെ എന്ത് അകത്തെ സ്വഭാവം എന്ത് ചെയ്യണം? മതത്തെ പോലെ പുറത്തല്ല ക്രമീകരണം ഉണ്ടാകേണ്ടത്. പിന്നെ എവിടെ? ഞാൻ പലപ്പോഴും ഒരു എക്സാമ്പിൾ എടുക്കാറുണ്ട്. ഈ പാമ്പിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഞാൻ അതിനെ ഒന്ന് വിവരിക്കാം. ഈ പാമ്പിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കുറച്ച് കഴിയുമ്പോൾ പാമ്പിന്റെ പുറത്തെ പടമൊക്കെ എന്ത് ചെയ്യും? തൊലിയൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പുതിയ എന്ത് ചെയ്യും? പക്ഷെ അകത്തെ വിഷം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. അകത്തെ വിഷം ഒരിക്കലും ഇതുപോലല്ല ആകേണ്ടത്. ആദ്യം എവിടെ ആകേണ്ടത്? അപ്പൊ ഒരു ദൈവവൈതലാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നത്? സ്വഭാവം നോക്കിയാൽ വെള്ള ഷർട്ട് ഇട്ടുകൊണ്ട് ആകത്തില്ല. ക്ലീൻ ഷേവ് ചെയ്താൽ ഇതൊക്കെ ബാഹ്യമായതാണ്. ഏതെന്ന് പറയുന്നത് ഈ മാറ്റം. കർത്താവ് ഈ ബാഹ്യമായ പ്രകടനത്തിലല്ല കർത്താവ് പ്രസാദിക്കുന്നത്. കർത്താവ് പ്രസാദിക്കുന്നത് ആരാണോ ഹൃദയത്തിനകത്ത് മാറ്റം ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ ഭരണം ഒരുവന്റെ അകത്ത് വന്നാൽ ദൈവിക സ്വഭാവം ചെയ്യും. അപ്പൊ ദൈവിക സ്വഭാവം ഇല്ലാത്തവൻ എത്ര വലിയ മെമ്പർഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാലും ആരും പ്രസാദിക്കുകയില്ല. എത്ര വലിയ കൂടിയ വിശ്വാസിയാണെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കുകയില്ല. ഞാൻ ഒന്നും കൂടെ ചേർത്ത് പറയാം, എത്ര വലിയ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല. ദൈവം എന്ത് ചെയ്യത്തില്ല. ദൈവത്തിന് വേണ്ടത് അകത്ത് എന്ത് ചെയ്യണം. അതാണ് 3 മുതൽ 12 വരെയുള്ള വാക്യത്തിൽ പറയുകയാണ് ഒരു ശിഷ്യന്റെ ആന്തരികമായ സ്വഭാവം എങ്ങനെ ആയിരിക്കണം. അകം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ. അകം മാറിയേ പറ്റൂ. അതുകൊണ്ട് ഒരുവൻ ക്രിസ്തുവിലായാൽ, ഞാനതാ പറഞ്ഞു, നമ്മുടെ ഈ പുതിയ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത മൊത്തം ബാഹ്യമായ കാര്യങ്ങൾ എന്ത് ചെയ്യുക. തലമുടിയൊക്കെ നന്നായി ഒതുക്കി, ഞാൻ പറഞ്ഞില്ലേ, ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് വെള്ള ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ നടക്കും. നമ്മുടെ വിചാരം പുതിയ
പക്ഷെ അകത്തെ വിഷം ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? പക്ഷെ ദൈവമക്കളെ, കർത്താവിന്റെ ഭരണം അകത്ത് വരണം. നിങ്ങളെ ശ്രദ്ധിച്ചു കേട്ടോ, കർത്താവിന്റെ ഭരണം അകത്ത് വരണമെങ്കിൽ നിങ്ങളുടെ പുറമല്ല മാറേണ്ടത്, അകമാണ് മാറേണ്ടത്. അകം മാറുമ്പോൾ ഞാൻ ഒരു കാര്യം വ്യക്തമാകുന്നു, അത് പുറത്തും പ്രകടമാകും. അകത്ത് വ്യത്യാസം ഉണ്ടാകും, ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? പുറത്തും എന്തുണ്ടാകും? മാറ്റം ഉണ്ടാകും. അതുകൊണ്ട് 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ത് ചെയ്യണം? ഒരു ശിക്ഷന്റെ ആന്തരിക സ്വഭാവത്തെ കുറിച്ച് പറയുക. 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഒരു ശിക്ഷന്റെ സാമൂഹികമായ സ്വാധീനമാണ്. ശിക്ഷന്റെ സാമൂഹികമായ സ്വാധീനം. ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്തിട്ട് പറയാം. ഈ അകത്തെ സ്വഭാവം മാറുമ്പോൾ അത് പുറത്ത് പ്രകടമാണ്. ഇത് ആരെ സ്വാധീനിക്കാൻ തുടങ്ങും? പുറത്തുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ തുടങ്ങും? അയ്യോ, അകത്തെ സ്വഭാവം മാറുമ്പോൾ അകത്തെ സ്വഭാവം മാറുമ്പോൾ പുറത്തത് പ്രകടമാകുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കാണുമ്പോൾ പറയും, ഇവൻ ആരുടെ മകനാണ്. ഞാൻ മനസ്സിലായോ? അവിടാണ് നിങ്ങൾ ആരെ സ്വാധീനിക്കുന്നത്? മറ്റു മനുഷ്യർ എന്ത് ചെയ്യുന്നത്? അവിടാണ് നിങ്ങൾ ലോകത്തെ എന്ത് ചെയ്യുന്നത്? അതുകൊണ്ടാണ് ദൈവമക്കളെ, ലോകം നമ്മളെ കാണുമ്പോൾ പറയേണ്ടത് അവൻ യഥാർത്ഥത്തിൽ യേശുവിന്റെ വൈതലാണ്. അതെങ്ങനാ? അകത്ത് സ്വഭാവം മാറുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്ന വിശ്വസിക്കുക. പലപ്പോഴും ലോകത്തിന്റെ മുൻപിൽ സാക്ഷ്യം നഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ? മറ്റാളുടെ കുഴപ്പം കൊണ്ടല്ല, നമ്മുടെ സാക്ഷ്യം എന്ത് ചെയ്യുക? പോവുക. നമുക്ക് യേശുവിനെ മറ്റുള്ള മുൻപിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും ഞാൻ പറയുന്ന ഒരു വാചകമുണ്ട്, മരിക്കേണ്ട സ്ഥാനത്ത് പലതിലും മരവിപ്പിച്ച് വെച്ചേക്കുക. ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് ഉപയോഗിക്കും. നിങ്ങൾ എന്താ എന്റെ കൂടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്ന നോക്കിയിരുന്നു, എന്റെ മുഖത്തോടെ നോക്കിയിരുന്നു. അപ്പം ശ്രദ്ധിച്ചേ, പലപ്പോഴും മരിപ്പിക്കേണ്ട സ്ഥാനം നമ്മൾ എന്ത് ചെയ്യുക? മരവിപ്പിച്ച് എന്ത് ചെയ്യുക? മരിക്കുന്നില്ല. അതുകൊണ്ട് സംഭവം എന്താ അറിയോ? ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? പലതും കർത്താവ് ഇവിടെ പറയുക, ഒരുവന്റെ അകത്ത് ദൈവത്തിന്റെ ഭരണം വന്നാൽ അവൻ ആരെ സ്വാധീനിക്കാൻ തുടങ്ങും? മറ്റുള്ളവർ എന്ത് ചെയ്യാൻ തുടങ്ങും? അവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. ദൈവമക്കളെ, അതുകൊണ്ട് വളരെ സീരിയസ് ആയി നമ്മൾ ഇത് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. യഥാർത്ഥത്തിൽ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ അത് 16 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഒരു ശിക്ഷന്റെ സാമൂഹികമായ സ്വാധീനം. ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് ഒറ്റ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കും. നമ്മൾ പ്രസംഗിക്കും, നമ്മൾ പഠിപ്പിക്കും, പക്ഷെ നമ്മൾ ജീവിക്കുന്നില്ല. ഇത് രണ്ടും പറയുമ്പം എന്റെ നേരെ കൊണ്ട് പോയിന്റ് ചെയ്യുന്നു, ആർക്കും പ്രശ്നമില്ലല്ലോ. നമ്മൾ പഠിപ്പിക്കും, നമ്മൾ എന്ത് ചെയ്യും, പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യാറില്ല. അല്ലെങ്കിൽ രാത്രി നമ്മൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും നമുക്ക് മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? ഇൻഫ്ലുവൻസ് ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയുന്നു. അതാണ് 16 വരെയുള്ള വാക്യം. എന്നാൽ 17 മുതൽ അതിന്റെ 48 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ശിക്ഷന്റെ ആന്തരികമായ നീതിയെ പറ്റിയാണ്. ഒരു ശിക്ഷന്റെ ആന്തരികമായ നീതി നമുക്കവിടെ ദൈവത്തിന്റെ നീതിയാണ്. അതായത് ശിക്ഷന്റെ ജീവിതത്തിൽ സംഭവിക്കുക. എങ്ങനെയാണ് ആന്തരികമായ നീതി എന്ത് ചെയ്യുന്നത് ഉണ്ടാകുന്നത്? നിങ്ങൾ നോക്കിയാൽ 17 മുതൽ 48 വരെയുള്ള വാക്യങ്ങൾ 6 സംഭവങ്ങളുടെ കർത്താവ് എന്ത് ചെയ്യുകയാണ്? ഈ കാര്യം പറയുക. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. അതിനുശേഷം നമ്മൾ കാണുന്നത് വിവാഹമോചനം എന്ത് ചെയ്യരുത്, പാടില്ല. കള്ളസത്യം എന്ത് ചെയ്യരുത്, ചെയ്യരുത്. പ്രതികാരം എന്ത് ചെയ്യരുത്, ചെയ്യരുത്. നീ ശത്രുവിനെ എന്ത് ചെയ്യണം, സ്നേഹിക്കണം. ഇങ്ങനെ 6 കാര്യങ്ങളുടെ എന്ത് പറയുക, ഒരു ശിക്ഷന്റെ ആന്തരികമായ നീതി എന്ത് ചെയ്യുക
അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ നോക്കിയാൽ അവിടെ നമുക്ക് എത്രയും ആ ആന്തരികമായ നീതി, പ്രത്യേകിച്ച് ഈ നീതി എന്ന പദം ഗിരിപ്രഭാഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പല സമയങ്ങളിൽ ആ പദം എന്ത് ചെയ്തിട്ടുണ്ട്? റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഗിരിപ്രഭാഷണത്തിന്റെ താക്കോൽ വാക്യം എന്ന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, 5-ാം അധ്യായം 20-ാം വാക്യം. അവിടെ എങ്ങനെയാണ് എഴുതുന്നത്? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ എവിടെ കിടക്കുകയില്ല. കണ്ടോ? ആ വാക്യത്തിൽ നിന്ന് നോക്കി എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീക്ഷന്മാരുടെയും നീതി. ആ വാക്യം തന്നെ 2 പ്രാവശ്യം എന്ത് ചെയ്യുക? നീതി എന്ന പദം. അപ്പോൾ ഈ ഗിരിപ്രഭാഷണത്തിൽ ഏറ്റവും പല തവണ റിപ്പീറ്റ് ചെയ്യുന്ന പദമാണ് എന്ന് പറയുന്നത് നീതി എന്ന പദത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട്. അപ്പോൾ 5-ാം അധ്യായത്തിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. 3 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു ശിഷ്യന്റെ ആന്തരികമായ സ്വഭാവം. 2, ഒരു ശിഷ്യന്റെ സാമൂഹിക സ്വാധീനം. 3-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ശിഷ്യന്റെ ആന്തരികമായ നീതിയെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് ഒരു ശിഷ്യന്റെ ഭക്തിയെ പറ്റി നമുക്ക് കാണാൻ കഴിയുന്നു. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ശിഷ്യന്റെ ഭക്തിയെ പറ്റി നമുക്ക് കാണാൻ കഴിയും. ഈ ഭക്തിയെ പറ്റി പറയുമ്പോൾ അതിനെ 3 നമുക്ക് തരംതിരിച്ച് വേഗത്തിൽ പഠിക്കാൻ കഴിയും. ശിഷ്യന്റെ ഭക്തിയെ പറ്റി പറയുമ്പോൾ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ധർമ്മം കൊടുക്കുന്നതിനെ പറ്റിയാണ്. ധർമ്മം കൊടുക്കുക, ദാനം എന്ത് ചെയ്യുന്നതിന് കൊടുക്കുന്നതിനെ പറ്റിയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 5 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രധാനമായി കാണുന്ന വിഷയമാണ് പ്രാർത്ഥന. എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കരുത്. ആദ്യം തുടങ്ങുന്നത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പറയണ്ട, എങ്ങനെ പ്രാർത്ഥിക്കരുത്, പിന്നെ പറയുക എങ്ങനെ എന്ത് ചെയ്യണം, പ്രാർത്ഥിക്കണം. 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഉപവാസത്തെ പറ്റിയാണ്. അപ്പോൾ ഈ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്റെ ഭക്തിയെ പറ്റി പറയുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നു. ഒന്നാമത്തത് ദാനം കൊടുക്കുക അല്ലെങ്കിൽ ധർമ്മം കൊടുക്കുന്നതിനെ പറ്റി, 2-ാമത്തെ എന്ന് പറയുന്നത് പ്രാർത്ഥനയെ പറ്റി, 3-ാമത്തെ എന്ന് പറയുന്നത് ഉപവാസത്തെ പറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ 19 മുതൽ നമുക്ക് വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് ഒരു ശിഷ്യന്റെ അഭിലാഷത്തെ കുറിച്ചാണ്. അംബീഷൻ അല്ലെങ്കിൽ നമുക്ക് ലക്ഷ്യം എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഒരു ശിഷ്യന്റെ അഭിലാഷം എന്താ, ഒരു ശിഷ്യന്റെ ലക്ഷ്യം എന്താ, അതാണ് നമുക്ക് 19 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട്. അപ്പം പ്രധാനമായും 6-ാം അധ്യായത്തിൽ 2 കാര്യങ്ങളുള്ളൂ. 1 ഒരു ശിഷ്യന്റെ ഭക്തി, 2 ഒരു ശിഷ്യന്റെ ലക്ഷ്യം അല്ലെങ്കിൽ അഭിലാഷം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നത്. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശിഷ്യനും തമ്മിലുള്ള ബന്ധം, ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ കാണുവാൻ കഴിയും. 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 13 മുതൽ അതിന്റെ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ശിഷ്യന്റെ തെരഞ്ഞെടുപ്പാണ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ആ വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കള്ളപ്രവാചകന്മാരെ എന്ത് ചെയ്യണം, സൂക്ഷിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന ഭാഗങ്ങളെ നമുക്ക് കാണാം. ഇടുക്കുവാതിലുള്ള അകത്ത് എന്ത് ചെയ്യണം, കിടപ്പി എന്നൊക്കെ എന്ത് ചെയ്യുക. അവിടെ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ എന്താ ഒരു ശിഷ്യൻ എന്താണ് തെരഞ്ഞെടുക്കേണ്ടത്, അതാണ് നമുക്ക് 13 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ കാണാം. 28, 29 വാക്യങ്ങൾ എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണത്തിന്റെ ഉപസംഹാരമാണ്. ഗിരിപ്രഭാഷണത്തിന്റെ ഉപസംഹാരം. അപ്പോൾ 7-ാം അധ്യായത്തിൽ നമുക്ക് പ്രധാനമായും ഈ 3 കാര്യങ്ങൾ. 1 ശിഷ്യനും തമ്മിലുള്ള ബന്ധം, 2 ശിഷ്യന്റെ തെരഞ്ഞെടുപ്പ്, 3-ാമത്തെ കാര്യം നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ട് കർത്താവ് 13-ാം വാക്യത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇടുക്കുവാതിലൂടെ എന്ത് ചെയ്യുക, അകത്ത് നാശത്തിലേക്ക് പോകുന്ന വാതിൽ എന്താ, വീതിയുള്ളതും വഴി വിശാലവും അതിലൂടെ കിടക്കുന്നവരെന്താ അനേകരാണ്. കഥ പറയാ, ഇതെല്ലാം പറഞ്ഞിട്ട് പറയുക, ഇടുക്കുവാതിലൂടെ പ്രവേശിച്ച് ഞെരുക്കമുള്ളിയെ വഴി എന്ത് ചെയ്യണം, നടക്കണം. ഞെരുക്കമുള്ള വഴി എന്ത് ചെയ്യണം. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു വാചകമുണ്ട്,
ഇത് കണ്ടെത്തുന്നവർ ഇത് കണ്ടെത്തുന്നവർ എന്താ ഇവിടെ കർത്താവ് പറയുന്നതിന്റെ ആശയം? എല്ലാവർക്കും ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഇടുക്ക് വാതിലൂടെ, ഞെരുക്കമുള്ള വഴിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. വളരെ ചുരുക്കം ആൾക്കാരെ എന്ത് ചെയ്തു. ഞാൻ ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരൊരു കാര്യം ഓർമ്മിക്കട്ടെ. നമ്മൾ ഈ വചനമെല്ലാം കേട്ടിട്ട് നമ്മള് വിശാലതയുടെ വഴിയിലൂടെ പോയി നമ്മുടെ ജീവിതം അവസാനിപ്പിക്കാനല്ല. ഈ ഞെരുക്കമേറിയ വഴിയിലാണെങ്കിൽ പോലും അതിനെ തിരഞ്ഞെടുക്കുന്ന ചുരുക്കം ചില ആളുകൾക്കകത്ത് നമ്മളുമായി തീരാൻ ദൈവവചനമൊക്കെ പഠിക്കുന്നതിന് അൾട്ടിമേറ്റ് ആയ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ആ നിത്യത നമ്മൾ എന്ത് ചെയ്യണം. അല്ലാതെ ഇവിടുത്തെ ഒരു കാര്യത്തിന് വേണ്ടി അല്ല. കർത്താവിനോട് നാം ഒന്നുകൂടെ എന്ത് ചെയ്യണം, അടുക്കണം. ആ ചുരുക്കം ആകുന്ന കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം. യേശു മറിച്ച് വാചകം, എന്റെ വാചകം പറഞ്ഞ യേശു പറഞ്ഞ മറ്റൊരു വാചകം പറഞ്ഞ രക്ഷിക്കപ്പെടുന്നവരെന്താ, രക്ഷിക്കപ്പെടുന്നവരെന്താ പറഞ്ഞേ, രക്ഷിക്കപ്പെടുന്നവരെന്താ ചുരുക്കമാണ്, ചുരുക്കമാണ്. ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം, ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന ഒരു ഉപദേശമാണ്. എന്നാ തെളിവ്? 2-ാം വാക്യം നോക്കി, 5-ാം അധ്യായം 2-ാം വാക്യം നോക്കി. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: അവൻ തിരുവായും ഒഴിഞ്ഞ് അവരോട് ഉപദേശിച്ചു തന്നാൽ. അപ്പോൾ ഇതെന്താ? അപ്പോൾ ഈ ഉപദേശം നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, അനുസരിച്ചേ പറ്റൂ. ഈ ഉപദേശം അനുസരിക്കാത്തവർക്ക് എന്ത് ലഭിക്കില്ല. വളരെ വ്യക്തമാണ്. ഇതിന് യാതൊരു കുറുക്ക് വഴിയില്ല, ഇതിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇതിന് വേറെ ഒരു വഴിയും ഇതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് പറഞ്ഞിട്ടില്ല. ഒറ്റ മാർഗമേ ഉള്ളൂ, അത് യേശു എന്ന മാർഗമേ ഉള്ളൂ. അപ്പോൾ ഈ ഉപദേശം നാം എന്ത് ചെയ്തേ പറ്റുള്ളൂ, നാം അനുസരിച്ചേ മതിയാകുള്ളൂ. അപ്പോൾ ഈ 3 അധ്യായം നമ്മൾ പഠിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാൻ കഴിയും: ദൈവഭരണത്തിന് ഒരാളുടെ ഉള്ളിൽ വന്നാൽ, ഞാൻ അതിനൊന്നും കൂടെ പറയാം, യേശു ഒരാളുടെ ഉള്ളിൽ വന്നാൽ, ഒരാളെ യേശു ഭരിക്കാൻ തുടങ്ങിയാൽ അവരുടെ സ്വഭാവം എങ്ങനെ ആയിരിക്കണമെന്നാണ് ഗിരിപ്രഭാഷണം പറയുന്നത്. വിശ്വസിക്കുക. യേശു ഭരിക്കാൻ തുടങ്ങിയാൽ, യേശു കർത്തൃത്വം വഹിക്കാൻ തുടങ്ങിയാൽ അവരുടെ സ്വഭാവം എങ്ങനെയാകണമെന്ന് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാം. ഞാൻ അവിടെ നിന്നൊരു കാര്യം ദൈവമക്കളോട് പറയാം. ഈ ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന ഒരു കൗണ്ടർ കൾച്ചർ. നിങ്ങൾ കേട്ടോ എന്നോട് പറയാം. ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്ന കൗണ്ടർ കൾച്ചറാണ്. ഏതിന്റെ? ഈ ലോകത്തിന്റെ സംസ്കാരത്തിന് നിൽക്കുന്ന ഒരു കൗണ്ടർ കൾച്ചറാണ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കൾച്ചർ. എന്ന് പറഞ്ഞാൽ എല്ലാവരും നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ എന്തില്ല, വ്യവസ്ഥയില്ല. എല്ലാവരും പറയുന്ന പോലെ പറയാൻ നമുക്കെന്തില്ല, നമുക്ക് വ്യവസ്ഥയില്ല. ഒരു ദൈവഭരണത്തിന്റെ കീഴിൽ വരുന്നവൻ അനുസരിക്കേണ്ട നിത്യമായ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇതനുസരിച്ചേ പറ്റൂ. ഇതിന് വേറെ ഒരു മാർഗവുമില്ല, ഇതിന് വേറൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു ചിന്തകൻ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതാ. സ്വർഗം കാലിയായി കടന്നാൽ പോലും ദൈവത്തിന്റെ ഹിതത്തെയും ദൈവത്തിന്റെ പ്രമാണത്തെയും വിട്ടുപോകുന്ന ഒരാൾ ഇവിടെ കിടക്കില്ല സ്വർഗരാജ്യത്തിൽ. അപ്പോൾ ഇതിന്റെയൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, എങ്ങനെയും ജീവിച്ചാൽ എവിടെ പോകാൻ പറ്റത്തില്ല. ഈ പ്രമാണം അനുസരിച്ചേ പറ്റൂ. ഇത് നിശ്ചയമായിട്ട് നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, അനുസരിച്ചേ പറ്റൂ. അപ്പോൾ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ കൾച്ചർ എന്ന് പറയുന്നത്, യേശുവിന്റെ പഠിപ്പീര് എന്ന് പറയുന്നത് ലോകത്തിന്റെ സംസ്കാരത്തിന്റെ കൗണ്ടർ കൾച്ചറാണ്. കൗണ്ടർ കൾച്ചർ. ആ കൗണ്ടർ കൾച്ചർ നമുക്ക് എവിടെ കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഇതും വേണം അതും വേണം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ചില പഠിപ്പീരനുസരിച്ചാണെങ്കിൽ ഇതിനകത്ത് വന്നാൽ മതി, യേശുവിൻ രക്ഷനായി. പിന്നെ എങ്ങനെ എന്ത് ചെയ്തോ? അയ്യോ, നടക്കത്തില്ല, നടക്കത്തില്ല, നടക്കത്തില്ല. കർത്താവിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു.
ഇതകത്തും പുറത്തും ഉള്ളവർക്ക് എല്ലാം ഒരുപോലെ ബാധകമാണ്. ഇതിനകത്ത് വന്നാൽ ദൈവപ്രമാണം അനുസരിക്കാൻ പറ്റും. അത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, കർത്താവ് പഠിപ്പിക്കുക. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു കൗണ്ടർ കൾച്ചർ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഇതൊന്നും പുതിയൊരു ചിന്താഗതിയൊന്നുമല്ല, പുതിയ ചിന്താഗതിയൊന്നുമല്ല. അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പുതുതായിട്ട് പഠിപ്പിക്കുന്ന ഒരു ഭാഗമൊന്നുമല്ല. നമ്മൾ പഴയ നിയമത്തിൽ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതേ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് തരാം. ലേവ്യ പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. ലേവ്യ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 1, 2, 3, 4 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് ഇങ്ങനെ കാണാം. ആർക്കും വായിക്കാൻ ലേവ്യ പുസ്തകം. മോശയോട് അരുളിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. നിങ്ങൾ പാർത്തിരുന്ന ഇസ്രായേൽ ദേശത്തിലെ നടപ്പ് പോലെ നിങ്ങൾ നടക്കരുത്. നിങ്ങൾ പാർത്തിരുന്ന മിസ്രൈം ദേശത്തിലെ നടപ്പ് പോലെ. അപ്പൊ കർത്താവ് പറയുക, എവിടുത്തെ നടപ്പ് പോലെ ആകരുത്. ഇത്ര നാൾ എവിടെ പാർത്തെ? മിസ്രൈമില്. അപ്പൊ അവിടുത്തെ കുറെ നടപ്പൊക്കെ നമുക്ക് അറിയാം. അതുപോലെ എന്ത് ചെയ്യരുത്. അപ്പൊ നമ്മുടെ വിചാരം നമ്മൾ അവരോട് വാക്തം നാട് കനാനില്ല. അപ്പൊ കനാനിൽ എന്ത് ചെയ്യും? കർത്താവ് അടുത്ത വാചകം പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന കനാൻ ദേശത്തിലെ നടപ്പ് പോലെ വരുത്. അപ്പൊ കർത്താവ് വളരെ വ്യക്തമായി പറയുക, മിസ്രൈമിൽ പല മര്യാദയുണ്ട്, അതുപോലെ എന്ത് ചെയ്യരുത്, നടക്കരുത്. കനാൻ ദേശത്തിന് കുറെ മര്യാദയുണ്ട്, അതുപോലെ എന്ത് ചെയ്യരുത്. എന്നിട്ട് കർത്താവ് പറഞ്ഞിരിക്കും, മറിച്ച് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എന്റെ വിധികളെ അനുസരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കണം. അപ്പൊ എന്താ ഇവിടെ കർത്താവ് പറയുന്നത്? വന്ന സ്ഥലത്തെയും പോകാൻ മര്യാദ പോലെ ആകരുത്, പോകുന്ന സ്ഥലത്തെയും മര്യാദ പോലെ നിങ്ങൾക്ക് ഒറ്റ മര്യാദയുള്ളൂ. അതാരുടെയാണ്? ദൈവത്തിന്റെ പ്രമാണം. അപ്പൊ ദൈവമക്കളെ വളരെ വ്യക്തമായി കാണുന്ന ദൈവഭരണത്തിന്റെ കീഴിൽ വരുന്ന ഒരു ദൈവമൈതലിന് ഒറ്റ പ്രമാണമേ ഉള്ളൂ, അത് ദൈവത്തിന്റെ പ്രമാണമാണ്. ഞാൻ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഒത്രയും ഉറക്കെ പറയുന്നത്, ഈ പ്രമാണം വിട്ടു പോകുന്ന ഒരാൾ പോലും ഇവിടെ കാണുന്നില്ല. ഇവിടെ പറയാം, ഞാൻ വലിയ പള്ളിയുടെയും വലിയ സഭയുടെ ഒക്കെ ആരാണ്? ഇനി അടക്കാൻ നേരത്ത് നല്ലൊരു പാട്ടും പാടും, പേർ വിളിക്കും, നേരം കാണും, എന്ത് ചെയ്യും? പക്ഷെ കാണുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയാം, നമ്മുടെ മര്യാദ ദൈവത്തിന്റെ പ്രമാണം, നമ്മുടെ നടപ്പ് ദൈവവചനത്തിന് അനുസരിച്ചാണ്. ഇത് വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാൻ ഒരു ദൈവവൈതന്യം ദൈവം അനുവദിച്ചിട്ടില്ല. അതനുസരിക്കാതെ പോകുന്നവന്റെ ഉള്ളിൽ ആരുടെ ഭരണമല്ല? ദൈവത്തിന്റെ ഭരണമല്ല. വളരെ വ്യക്തമായി ഗുരുപ്രഭാഷണം ദൈവം നൽകി. ഞാൻ അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനെ പറഞ്ഞത് അതേ സ്റ്റേറ്റ്മെന്റ് ഇവിടെ പറയാം. ലോകത്തിന്റെ ഏത് കോണിൽ ദൈവവൈദ്യന് പോയി പാർത്താൽ അവന്റെ സംസ്കാരം എന്ന് പറയുന്ന ദൈവവചനത്തിന്റെ സംസ്കാരം. ലോകത്തിന്റെ ഏത് കോണിൽ പോയി പാർത്താൽ ദൈവവൈദ്യനെ പറ്റി ഒരൊറ്റ സംസ്കാരമേ ഉള്ളൂ, അത് ദൈവവചനത്തിന്റെ സംസ്കാരം. പക്ഷെ പലപ്പോഴും നമ്മൾ പലരും കോംപ്രമൈസാണ്. ഇവിടെ നമ്മൾ കോംപ്രമൈസ് ചെയ്യും, പക്ഷെ ദൈവം എന്ത് ചെയ്തില്ല. അങ്ങനെയാണ് ഈ ദൈവത്തിന് എന്താ കർത്താവ് സീരിയസ് ആയിട്ട് പഠിപ്പിക്കുക. എനിക്ക് എക്സാക്ട്ലി നമുക്ക് അത് തന്നെ ഗിരിപ്രഭാഷണത്തിൽ കാണാൻ കഴിയും. 6-ാം അധ്യായം 7 മുതലുള്ള വാക്യങ്ങളെ നമ്മൾ താഴ്ത്ത് വായിക്കുമ്പോൾ അവിടെ 2 കൂട്ടരെ പോലെ ആകരുന്ന കർത്താവ് പറയുന്നു. ഒന്ന്, നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്. രണ്ടാമത്തെ കാര്യങ്ങൾ, പരീക്ഷനെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ആകരുത്. നോക്കണേ, ജാതികളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്, ജൽപ്പനം എന്ത് ചെയ്യരുത്, ചെയ്യരുത്. അതേപോലെ നമ്മൾ കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവിടുത്തെ. നോക്കണേ, അതിന്റെ മുമ്പുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, അവരോട് തുല്യം ആകരുത്. ഇപ്പോൾ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത് 5-ാം വാക്യം നോക്കിയേ, കപടഭക്തിക്കാരെ പോലെയും. കർത്താവ് ഇവിടെ കപടഭക്തിക്കാർ ആരെ കുറിച്ചാണ് പറഞ്ഞത്? പരീക്ഷന്മാരെ കുറിച്ച്.
അപ്പോ ഗിരിപ്രഭാഷണത്തിൽ തന്നെ കർത്താവ് പറയാം, രണ്ടു കൂട്ടരെ കൂടി നിങ്ങൾ ആകരുത്. ഒന്ന്, അവിടെ ഭക്തിക്കാരെ കൂട്ട് എന്ത് ചെയ്യരുത്, അല്ലെങ്കിൽ ഞാൻ പറയാം പരീക്ഷന്മാരെ കൂട്ട് ആകരുത്. രണ്ടാമത്തെ കാര്യം, ജാതികളെ പോലെ ആകരുത്. നിങ്ങളുടെ പറയുക. ഈ പരീക്ഷണം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമുക്കൊരൊറ്റ വാക്കിൽ പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ കർത്താവിന്റെ പ്രമാണം അതുപോലെ അനുസരിക്കാനൊക്കെ നടന്നവരാണെന്ന് ആരും പറയുന്നത്. പരീക്ഷണം എന്ന വാക്കിന്റെ അർത്ഥം പോലും വേർതിരിക്കപ്പെട്ടവരെന്ന, ഉപവാസം ഇരിക്കുന്നവനാ, പ്രാർത്ഥിക്കുന്നവനാ, ദൈവോധനം ന്യായപ്രമാണം നന്നായി അറിയാവുന്നവനാ, കിട്ടുന്നതിനെല്ലാം എന്ത് ചെയ്യുന്നവനാ. പക്ഷെ കർത്താവ് നോക്കി പറയാം, അവനെ പോലും എന്നാ കാരണം ഇതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ അകം കൊണ്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. 10 പേര് പറയണം ഞാൻ അതിനെ നമ്മുടെ അവസ്ഥയിലേക്ക് വരട്ടെ. ജാതികളെ പോലാകരുത്, നാമതേ ക്രൈസ്തവരെ കൂട്ടുവാകരുത്. കർത്താവ് നമ്മെ വിളിച്ചത്, കർത്താവ് നമ്മെ വിളിച്ചു വേർതിരിച്ചത്, ദൈവഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവന്നത് ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കാൻ, ദൈവത്തിന്റെ പ്രമാണത്തിന്റെ പുറകെ അന്വേഷിക്കാൻ വേണ്ടി. അങ്ങനെയെങ്കിൽ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതൊരു കൗണ്ടർ കൾച്ചറാണ്. ഭരണത്തിന്റെ കീഴിൽ വരുന്നവൻ എങ്ങനെ ജീവിക്കണം എന്ന് വളരെ വ്യക്തമായി പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ആമുഖത്തോടെ ഞാൻ വേഗത്തിൽ 3-ാം വാക്യത്തിലേക്ക് കിടക്കാൻ പോവുകയാണ്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ശിക്ഷന്റെ ആന്തരികമായ സ്വഭാവമാണ്. ശിക്ഷന്റെ ആന്തരികമായ സ്വഭാവം ഞാൻ അതിനെക്കുറിച്ച് വിവരിച്ചു. നമ്മുടെ അകമന്തിയാണ് ആന്തരികമായ സ്വഭാവം. പൊതുവെ 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ 8 ഭാഗ്യവചനങ്ങളാണ് കാണാൻ കഴിയുന്നത്. നിങ്ങൾ എണ്ണി നോക്കണേ, 8 ഭാഗ്യവചനങ്ങൾ നോക്കിയേ. എന്നാൽ 9ാമത്തെ പ്രാവശ്യം ഭാഗ്യവാൻ എന്നെഴുതിയിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമുക്ക് ഒരുമിച്ച് നോക്കാം. നോക്കിയേ, 3-ാം വാക്യം നോക്കാം. ആത്മാവിൽ ദരിദ്രരായവർ 1 കൗണ്ട് ചെയ്തു, ഭാഗ്യവാന്മാർ. 2 ദുഃഖിക്കുന്നവർ ഭാഗ്യവാൻ. 3 സൗമ്യതയുള്ളവർ. 4 നീതിക്ക് വിഷന്ന് ദാഹിക്കുന്നവർ. 5 കരുണയുള്ളവർ. 6 ഹൃദയശുദ്ധിയുള്ളവർ. 7 സമാധാനമുണ്ടാക്കുന്നവർ. 8 നീതി നിമിത്തം ഉപദ്രവിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇത് പറഞ്ഞിട്ട് 11-ാം വാക്യം നോക്കി, നിങ്ങൾ ഭാഗ്യവാന്മാർ. ഉണ്ടോ? അപ്പൊ എത്ര ഭാഗ്യവചനങ്ങളാണ്? 8 ഭാഗ്യവചനങ്ങളാണ്. 9ാമത്തെ പറയുകയാണ്, നിങ്ങൾ ആരാ? നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ 8 ഭാഗ്യവചനങ്ങളെ ഇംഗ്ലീഷ് നമ്മളതിനെ വിളിക്കുന്നത് ബിയാറ്റിറ്റ്യൂഡ്സ് എന്നാണ്. എന്നാണ് ആ ഇതിനെ വിളിക്കുന്നത്? ബിയാറ്റിറ്റ്യൂഡ്സ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. അതിനെ ചിലർ വിളിക്കുന്നത് ബ്യൂട്ടിഫുൾ സ്പോർട്സ്, ബ്യൂട്ടിഫുൾ ആറ്റിറ്റ്യൂഡ്സ് എന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ആന്തരികമായ സ്വഭാവങ്ങളാണ് ഇതിലൂടെ കാണിക്കുന്നത്. ഈ 8 ഭാഗ്യവചനങ്ങളുടെ കാണിക്കുന്നത് ഒരു ദൈവഭരണത്തിന്റെ കീഴിൽ വന്ന ഒരു വ്യക്തിയുടെ ആന്തരികമായ സ്വഭാവം. 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ 4 ഭാഗ്യവചനങ്ങൾ കാണാൻ കഴിയും. നോക്കിയേ, 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ആണോ? 1 ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യം. 2 ദുഃഖിക്കുന്നവർ. 3 സൗമ്യതയുള്ളവർ. 4 നീതിക്ക്. അതെന്താ സൂചിപ്പിക്കുന്നത്? ഒരു ശിക്ഷയാണ് ദൈവത്തോടുള്ള മനോഭാവം. ദൈവത്തോടുള്ള ആത്മാവിൽ എന്ത് ചെയ്യണം? ദുഃഖിക്കുന്നവർ. നമ്മളതിനെയൊന്നും വേറെ ഭൗതികത്തിനൊന്നും വ്യാഖ്യാനിക്കില്ല. ഇതൊന്നും ഭൗതികതയുടെ പേരിലല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇതിന്റെ പശ്ചാത്തലം എന്നാ? അന്ന് മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ. അപ്പൊ ഇതിന്റെ പശ്ചാത്തലം എന്താ? മാനസാന്തരം. അപ്പൊ ഇവിടെ കാണുന്ന ദുഃഖിക്കുന്നവരെന്നും ഇതൊക്കെ പറയുമ്പോൾ ഒരിക്കലും ഇതെന്തിനെ ആശ്രയിച്ചല്ല പറഞ്ഞു, ഭൗതികത വെച്ചല്ല പറയുന്നത്. മറിച്ച്
ഒരു മനുഷ്യന്റെ, ഒരു ശിഷ്യന്റെ ആരോടുള്ള മനോഭാവം? ദൈവത്തോടുള്ള. ഞാനതാ പറഞ്ഞത്. 3 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുന്ന ഒരു ശിഷ്യന്റെ ആന്തരികമായ സ്വഭാവം അല്ലെങ്കിൽ ആന്തരികമായ മനോഭാവം. ഇപ്പോൾ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 4 ഭാഗ്യവചനം നമുക്ക് കാണാൻ കഴിയും. അവിടെ നമുക്ക് കാണുന്ന ഒരു ശിഷ്യൻ ആരോടുള്ള മനോഭാവം? ദൈവത്തോടുള്ള മനോഭാവം. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് ശിഷ്യന്റെ മറ്റുള്ളവരുമായിട്ടുള്ള മനോഭാവം. അവിടെ നോക്കിയാൽ നിങ്ങൾ കാണുന്നത് കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, നീതി നിമിത്തം. അപ്പോൾ ആരോടുള്ള ബന്ധമാണ്? മറ്റ് വ്യക്തികളുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ മനോഭാവങ്ങളാണ്. അപ്പോൾ 8 ഭാഗ്യവചനങ്ങളെ 2 തരത്തിരിക്കുക. 2 തരത്തിലുള്ള മനോഭാവം. 1 ആരോടുള്ള മനോഭാവം? ദൈവത്തോടുള്ള. 2 ആരോടുള്ള? മറ്റുള്ളവരോട് അല്ലെങ്കിൽ മനുഷ്യരോടുള്ള മനോഭാവം. ഇങ്ങനെ 8 ഭാഗ്യവചനങ്ങളാണ് നമുക്ക് എവിടെ കാണാൻ കഴിയുന്നത്? ഈ 3 മുതൽ 12 വരെയുള്ള വാക്യം. അപ്പൊ നിങ്ങൾ നോക്കി, നമ്മൾ അതിലേക്ക് കടന്നു വരാം. ഇവിടെയൊക്കെ പറയുന്ന വാക്യവനാണ് ആത്മാവിൽ ദരിദ്രരായവർ. ചേർന്ന് പറഞ്ഞേ, സൗമ്യതയുള്ളവർ. ആ പദം മാത്രം പറഞ്ഞാൽ ചേർന്ന് പറഞ്ഞേ, ഭാഗ്യവാന്മാർ. കരുണയുള്ളവർ, നീതിക്ക് വിശ്വസിച്ച് ദാഹിക്കുന്നവർ. ഇവിടെ എല്ലാം ഉപയോഗിച്ച പദം ഏതാ? ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ, ഭാഗ്യവാന്മാർ. ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിയിരിക്കുന്നത്? ബ്ലെസ്ഡ് എന്നാണ്. ബ്ലെസ്ഡ്. ഇതിന് മൂലഭാഷയിൽ കൊടുത്തിരിക്കുന്ന ഒരു പദം മക്കാറിയോസ് എന്ന പദം. എന്നാ? മക്കാറിയോസ്. മക്കാറിയോസ് എന്ന പദമാണ് മൂലഭാഷ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ യഥാർത്ഥമായ അർത്ഥം തന്നെ ലിറ്ററൽ ആയ ട്രാൻസ്ലേഷൻ ആണ്. 1-2 അർത്ഥങ്ങൾ വരും. ഒന്നാമത്തെ എന്ന് പറയുന്നത് സന്തോഷിക്കുക. സന്തോഷിക്കുക. ഇനി നിങ്ങൾ ആ വാക്യം വരെ ആത്മാവിൽ ദരിദ്രരായവർ സന്തോഷിക്കുക. അടുത്ത വന്നേക്ക്, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ സന്തോഷിക്കുക. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പൊ നിങ്ങൾ നോക്കി, അവിടെ കാണുന്ന ലളിതമായ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷിക്കുക. എന്നാൽ ഇതിന് മറ്റൊരു അർത്ഥമുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അർത്ഥമാണ്. ആ അർത്ഥം എന്ന് പറയുന്നത് ഗോഡ്സ് അപ്രൂവൽ അല്ല, ദൈവത്തിന്റെ അംഗീകാരമല്ല. വാക്കിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു അർത്ഥമാണ് ദൈവത്തിന്റെ. അവർ 2 അർത്ഥങ്ങൾ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റും. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ചേർന്ന് പറഞ്ഞ് സന്തോഷിക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് ദൈവത്തിന്റെ. എനിക്കൊന്നുകൂടെ ഇഷ്ടമുള്ള വാക്യം. ഇനി നിങ്ങൾ നോക്കിയാൽ അങ്ങനെ വായിച്ചു, ആത്മാവിൽ ദരിദ്രരായവർ ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവർ. കാരണം സ്വർഗരാജ്യം. ദുഃഖിക്കുന്നവർ ദൈവത്താൽ ഗോഡ്സ് അപ്രൂവൽ എന്നവരാണ്. വാക്യം ഒന്നും കൂടെ നമുക്ക് ആഴത്തിൽ കിട്ടും. ആത്മാവിൽ ദരിദ്രരായവർ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? കർത്താവ് അംഗീകരിച്ചിരിക്കുക. ദുഃഖിക്കുന്നവരെ എന്ത് ചെയ്തിരിക്കുക? കർത്താവ് എന്ത് ചെയ്തിരിക്കുക? സൗമ്യതയുള്ളവരെ കർത്താവ് എന്ത് ചെയ്തിരിക്കുക? അംഗീകരിച്ചിരിക്കുക. നീതിക്ക് വിശുദ്ധ ദാഹിക്കുന്നവരെ എന്ത് ചെയ്തിരിക്കുക? കർത്താവ് എന്ത് ചെയ്തിരിക്കുക? ഇപ്പോൾ മക്കാരിയോസ് എന്ന വാക്കിന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ 2 അർത്ഥങ്ങളാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം ഓർപ്പിച്ചിട്ട് ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ ശരിക്കും കർത്താവ് പറയുന്ന ഈ പറയുന്ന ഭാഗ്യവചനങ്ങളിൽ യഥാർത്ഥ സന്തോഷം വരുന്നത് എന്താ? യഥാർത്ഥ സന്തോഷം വരുന്നത് എന്താ? കർത്താവ് ഇവിടെ പറയുന്ന കാര്യം നോക്കി, ഇതെല്ലാം ആന്തരികമായ. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥ സന്തോഷം വരുന്നത് എന്നാ? നല്ല കാറ് കിട്ടുമ്പോഴാണോ? നല്ല വീട് കിട്ടുമ്പോഴാണോ? അയ്യോ, ഇതൊന്നും കിട്ടാനായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഇതൊക്കെ നിൽക്കുന്നിടത്ത് നിന്നാലും എന്ത് ചെയ്യും? നല്ല പോഷായിട്ട് ജീവിക്കാനാണ്.
അതിനൊന്നും അല്ല ഇവിടെ വരേണ്ടത്. യഥാർത്ഥ സന്തോഷം ഇതിനകത്തൊന്നിനകത്തല്ല കിട്ടുന്നത്. കർത്താവ് പറയുന്നേക്ക് യഥാർത്ഥ സന്തോഷം വരുന്നത് ഹൃദയത്തിന്റെ അകത്ത് മാറ്റം ഉണ്ടാകുമ്പോൾ യഥാർത്ഥ സന്തോഷം വരും. നിങ്ങൾ എന്നെ കേട്ടോ? ഹൃദയത്തിന്റെ അകത്ത് ആന്തരികമായൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാകുക എന്ത് സംഭവിക്കും? യഥാർത്ഥ സന്തോഷം എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സന്തോഷത്തിന്റെ കാരണം എന്നാ? നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ സന്തോഷത്തിന്റെ കാരണം യഥാർത്ഥത്തിൽ കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്നതാണോ? ഇല്ല എങ്കിൽ സംഭവിക്കുന്നത് ആ സന്തോഷം എല്ലാം താൽക്കാലികം. ആ സന്തോഷം എല്ലാം ഞാൻ അതുകൊണ്ട് ഇന്നാള് ദൈവമക്കളോട് പറഞ്ഞൊരു കാര്യം ഓർമ്മിക്കുന്നത്, യേശു ലാസറിനെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. അപ്പം അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ട് ആരെ പിന്തുടരണ്ട? യേശുവിനെ എന്ത് ചെയ്യേണ്ടത്? കാരണം ഉയർപ്പിച്ച ലാസർ പിന്നെ എന്ത് ചെയ്യും? അപ്പൊ മരണത്തിന് കർത്താവ് ഉയർപ്പിച്ചുകൊണ്ടല്ല ആരെ സേവിക്കേണ്ടത്. എനിക്കെന്തെങ്കിലും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടല്ല. രോഗം വന്നു, രോഗം സൗഖ്യമാക്കി, ആ രോഗം പിന്നെ എന്ത് ചെയ്യാം? വരാം. ഇതല്ല ഒരു ദൈവവേദന നിലനിർത്തുന്ന സന്തോഷം. ഒരു ദൈവവേദന നിലനിർത്തുന്ന സന്തോഷം എന്ന അകത്തുണ്ടാകുന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. ആ വെളിപ്പാട് അകത്തുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് രൂപാന്തരം ഉണ്ടാകുമ്പോൾ ആ രൂപാന്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. അതാണ് ജനുവനായ സന്തോഷം. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ ഒരു സന്തോഷം വന്നവന്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അവന്റെ ആ സന്തോഷം പോകത്തില്ല. കാരണം അവന്റെ സന്തോഷം അകത്താരെ കുറിച്ചുള്ള വെളിപ്പാടാണ്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട്. എന്റെ ദൈവങ്ങളെ, ഇതുകൊണ്ട് ഈ പൗലോസെ വിളിച്ച് പറയുന്നത് ഈ ക്രിസ്തുവിന്റെ സ്നേഹം നിന്നെ വേർതിരിക്കാൻ കഴിയുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്തോഷം അകത്തെന്ത് ചെയ്തു? ഹൃദയത്തിനകത്തുന്നുണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെ അകത്ത് ഈ വെളിപ്പാടാണ് ഉണ്ടാവുക. ഈ വെളിപ്പാട് ബാഹ്യമായ ഒരു കാര്യമല്ല നമ്മുടെ സന്തോഷത്തിന് കാരണം. ബാഹ്യമായി ലഭിക്കുന്ന ഒന്നുമല്ല സന്തോഷത്തിന് കാരണം. ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ അകത്തുണ്ടാകുന്ന രൂപാന്തരം. നാം ഒരു പുതിയ സൃഷ്ടിയായി. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ കർത്താവ് ഇതിനകത്തൂടെ പറയുക, ആന്തരികമായ ഒരു മാറ്റത്തിലൂടെ ദൈവത്തോടുണ്ടാകുന്ന ബന്ധമാണ് എന്തെന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം. നിങ്ങൾ കേട്ടോ? ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടെ പറയാം. ആന്തരികമായ മാറ്റത്തിലൂടെ ദൈവത്തോടുണ്ടാകുന്ന ബന്ധമാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷം. എനിക്കറിയാം ഓൺലൈനിലൊക്കെ ഇത് പലരും കേൾക്കുക. ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയാം. ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെങ്കിൽ യേശു നിങ്ങളുടെ ഹൃദയത്തിനകത്തുണ്ടായിരിക്കണം. ജീവിതത്തിനകത്ത് മാറ്റം, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സന്തോഷം ഉണ്ടാകണമെങ്കിൽ വേറെ ഒരു മാർഗവുമില്ല. അത് കർത്താവ് നിങ്ങളുടെ ഭരണകർത്താവായി മാറിയേ പറ്റും. പുറമെ നമുക്ക് പലതും കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പലതിനെ നമുക്ക് വിടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ വിടേണ്ടതിനെ വിട്ടേ പറ്റൂ. കാരണം നിത്യമായ ഒരു സന്തോഷം നൽകാനാണ് യേശു കർത്താവ് വന്നത്. യേശു കർത്താവ് പറയാ, ആരോട് ബന്ധം ഉണ്ടാകണം? ദൈവത്തോട് എന്ത് ചെയ്യണം? ആ ബന്ധം ഉണ്ടാകണേ ആദ്യം എന്ത് ചെയ്യണം? അകം എന്ത് ചെയ്യണം? ആന്തരികം എന്ത് ചെയ്യണം? മാറ്റം എന്ത് ചെയ്യണം? ഉണ്ടാകണം. ആന്തരിക മാറ്റം ഉണ്ടാകണം. ഞാൻ ആ നേരത്തെ പറഞ്ഞപ്പോ അത് ഒന്നുകൂടെ പറയാം. അകത്തെ വിഷം വെച്ചുകൊണ്ട് പുറത്തെ മാറ്റത്തിലല്ല കർത്താവ് പ്രസാദിക്കുന്നത്. ആദ്യം അകത്തെ വിഷം മാറും. ആദ്യം അകത്തെ വിഷം മാറും. ഞാനത് പറയുമ്പോൾ വേറൊരു പക്ഷിയെ കൂടെ പറയാറുണ്ട്. കഴുകന്റെ പ്രത്യേകത നമുക്കെല്ലാം അറിയില്ല. ഈകളുടെ പ്രത്യേകത, പരുന്തിന്റെ ഒക്കെ പ്രത്യേകത നമുക്കറിയാം. പരുന്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ശരീരത്തെ എന്ത് ചെയ്യും? എല്ലാം കൃത്യം എന്ത് ചെയ്യും?
ചുണ്ടൊക്കെ നന്നായി എന്ത് ചെയ്യും, പുതിയ ചിറകൊക്കെ ആയിട്ട് എന്ത് ചെയ്യും വരും. പക്ഷെ വീണ്ടും പോകുന്ന എങ്ങോട്ടാന്ന് ചെയ്യാം, ശവത്തിലേക്ക്. ഈ അവസ്ഥ എന്ത് ചെയ്യരുത്. അതുകൊണ്ട് അകം എന്ത് ചെയ്യണം. ഞാനിവിടെ നിന്ന് പല സമയം ഇത് റിപ്പീറ്റ് ചെയ്യുന്നതിന് കാരണം ഒറ്റ കാരണം, ഒരുപക്ഷെ നമുക്ക് വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ടാകാൻ പറയാം, ഒരുപക്ഷെ നമുക്ക് പറയാൻ പലതും ഉണ്ടാകാം. പക്ഷെ യഥാർത്ഥത്തിൽ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ഇന്ന് രാത്രി ഈ ബൈബിൾ ക്ലാസ് കഴിഞ്ഞ് സമയം തീരുന്ന ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന, കർത്താവേ ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്നെ പുതുക്കണമെന്ന്. ഇനി ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് പറയട്ടെ. നിങ്ങൾക്ക് ഈ സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ പുറകിൽ എവിടെയൊക്കെ ഒരു വീഴ്ചയുണ്ട്. ദൈവമായിട്ട് യഥാർത്ഥം ഒരു ബന്ധത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുന്ന എന്റെ നല്ല പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവേ ആർക്കും തരാത്ത സന്തോഷം എന്റെ ഉള്ളിൽ ഉണ്ടാക്കണം. അതിനെന്റെ ജീവിതത്തിൽ ഇന്ന് മാറ്റം വരാത്ത ഏതെങ്കിലും മാറണമെങ്കിൽ ഇന്ന് രാത്രി എന്നെ ശുദ്ധീകരിക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമക്കളെ, ഞാൻ മനസ്സിലാക്കിയുള്ള ഏറ്റവും വലിയ റിവൈവൽ എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തിരിയുന്നു. റിവൈവൽ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കൈയടിച്ച് അന്യഭാഷയിൽ പാടുന്നതല്ല, അത് സംഭവിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും വലിയ റിവൈവൽ ദൈവസനെ കണ്ണുനീരോടെ പറയുന്നതാണ്. ഏറ്റവും വലിയ റിവൈവൽ എന്ന് പറയുന്നത് ദൈവസനിലേക്ക് മടങ്ങി വരുന്നതാണ്. അത് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇത്ര നാളായി നമ്മുടെ ദൈവസന്നിധിയിൽ വിശ്വാസ പാരമ്പര്യം എന്ന് പറയുന്നവരോടും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും എല്ലാം ഒരുപോലെ ബാധകമാണ്. ഓരോ ദിവസം നമ്മൾ ദൈവസന്നിധിയിൽ അടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എന്നെ എന്ത് ചെയ്യണം, മടക്കി നിത്യമായ സന്തോഷം എന്ത് ചെയ്യണം, എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, തരണമേ എന്നുള്ളതാണ്. ഈ ഭാഗ്യവചനങ്ങളൊന്നും ഒരു ഭൗതികമായിട്ട് എന്തല്ല. നിങ്ങൾ നോക്കിക്കേ, നമ്മൾ കാണുന്ന എല്ലാം നോക്കി, ആത്മാവ് ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതികൃഷ്ണവർ, കരുണ ലഭിക്കുന്നവർ, ഉദ്ദേശശുദ്ധിയുള്ളവർ, സമാധാനം ഉണ്ടാക്കുന്നവർ, നീതിമതവും, ഇതൊന്നും എന്തുമായിട്ട് ബന്ധപ്പെട്ടല്ല. ഇതിനെ ഭൗതീകരിച്ച് നമ്മൾ പ്രസംഗിച്ച് പഠിപ്പിച്ചു വിട്ടാൽ ദൈവത്തോട് പോലും ചെയ്യുന്നതായിട്ട് നമുക്കിനി ആ വാക്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ വൈകി, ആത്മാവിൽ ദരിദ്രരായവർ. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞൊരു വാചകമുണ്ട്, വേൾഡ് കൾച്ചറിന്റെ കൗണ്ടർ കൾച്ചറാണ് ഏതെന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു, ആത്മാവിൽ ദരിദ്രരായവർ. നിങ്ങൾ ആത്മാവെന്ന് വിട്ടെ, ദരിദ്രരായവർ. ഈ ലോകത്തിലെ കൾച്ചറിൽ ആരെങ്കിലും പറയുമോ ദരിദ്രൻ ഭാഗ്യവാനാണ്? ഈ ലോകത്തിലെ കൾച്ചർ എന്താ? സമ്പന്നൻ. നമ്മൾ ചിന്തിക്കുന്ന എന്നാ, നല്ല കാശുള്ളവനാണ്, അവന്റെ നേരെ കടക വിരുദ്ധമായിട്ട് കർത്താവ് പഠിപ്പിക്കുക, ദരിദ്രരായവർ. പക്ഷെ ആ ദാരിദ്ര്യം എവിടാന്നറിയോ? ആത്മാവിൽ ദരിദ്രരായവർ. ഇനി ഞാൻ ആ വാക്യത്തെ ഒന്നുകൂടെ ആഴമായിട്ട് നോക്കുക, ഒന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഈ ദാരിദ്ര്യത്തിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൂലപദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് രണ്ടു മൂന്ന് അർത്ഥങ്ങളാണ്. ഒരു അർത്ഥം പറഞ്ഞിരിക്കുന്നത് കുനിഞ്ഞ്, മറ്റൊരു അർത്ഥം എന്നാൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരാൾ. വേറൊർത്ഥം പറയുന്നത് യാചനയോടെ. ഈ മൂന്ന് പദങ്ങൾ ഏകദേശമൊക്കെ സിമിലർ അല്ലേ?
ഏകദേശമൊക്കെ സെയിമാണ്. കുനിഞ്ഞ് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ യാചനയോടെ. എന്നാൽ ഇതിനെക്കാട്ടിലൊക്കെ നല്ലൊരു മറ്റൊരു അർത്ഥം എന്ന് പറയുന്നത്, അതിന്റെ ആ ലിറ്ററൽ ട്രാൻസ് നമ്മളോട് പഠിക്കുമ്പോൾ നല്ലൊരു അർത്ഥം എന്ന് പറഞ്ഞ് ബാങ്ക്രപ്റ്റ് ആവുക എന്ന് പറഞ്ഞ പാപ്പനാവുക. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? അപ്പൊ അങ്ങനെ ആ വാക്ക് ഞാൻ ഇങ്ങനെ പറയുക, ആത്മാവിൽ പാപ്പനായോ. നമ്മുടെ ചിന്ത എന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നുള്ളത്. ഈ പാപ്പരായതിന്റെ പ്രത്യേകത അല്ല, ഒരു വകയും ഇല്ല. അവനെന്തെന്ന് പറയുന്നത്, എന്റെ ബാങ്കിൽ അക്കൗണ്ടിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിച്ചാലും എന്റെ ജീവിതത്തിലെ ചിന്ത എന്നാണ്, അക്കൗണ്ട് എത്ര ഉണ്ട്, അതുകൊണ്ട് എങ്ങനെയൊക്കെ എന്ത് ചെയ്യും കാര്യങ്ങൾ ഇതല്ലേ. എന്നാൽ എന്റെ ബാങ്കിൽ ഒന്നുമില്ല, ഞാൻ പാപ്പരായി മാറി. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നാളത്തെ ഫുഡ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇങ്ങനെ അർത്ഥം മനസ്സിലാവും. നിങ്ങൾ ആത്മാവ് ഗ്രഹിക്കുന്നുണ്ടതിനർത്ഥം നാളത്തെ ഫുഡ് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഞാൻ അതിന് ഒരു സ്റ്റെപ്പ് കൂടെ എടുത്ത് പറയട്ടെ. എനിക്ക് യാചിക്കുമ്പോൾ എത്ര ആട്ടി പുറത്താക്കിയാലും നിങ്ങൾക്കത് പ്രശ്നമല്ല. കാരണം ജീവിക്കണം എന്ത് ചെയ്തത്? നിങ്ങൾക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താ അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കണം, സത്യയോടിരിക്കണം കേട്ടല്ലോ. ഇനി അതിനകത്ത് എന്നെ എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം എന്നെ വിളിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് വിഷയമല്ല. കാരണം എനിക്ക് നാളത്തെ നിമിഷം ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ പറ്റുന്നു? ഈ അർത്ഥത്തിലൂടെ കർത്താവ് പറയുന്നു, ആത്മാവിൽ ദരിദ്രരായവർ, മനസ്സിലാവുന്നത് നിങ്ങൾക്ക് അർത്ഥം എന്താണ് എന്ന് പറഞ്ഞാൽ, കർത്താവേ നാളെ ജീവിക്കണമെങ്കിൽ എനിക്ക് ആരുടെ കൃപ വേണം? നിങ്ങളെന്റെ കൂടെ ഉണ്ടോ? മനസ്സിലാക്കി വിശ്വസിക്കുക. അടുത്ത ഒരു നിമിഷം എനിക്ക് നിൽക്കണമെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നും ആയില്ലേ, എനിക്ക് വേണം, അങ്ങേ കൂടാതെ എനിക്ക് പറ്റില്ല എന്നൊരു മനോഭാവം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എന്തെന്ന് വിളിക്കുന്നു? ആത്മാവിൽ. ഇനി ഇതിനകത്തൊരു അപകടങ്ങൾ ശ്രദ്ധിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് 2 അന്യഭാഷ പറയാൻ തുടങ്ങിയ പിന്നെ നമ്മളെല്ലാം തരും. പിന്നെ നമ്മുടെ ചിന്ത എന്നാന്നറിയാം, എല്ലാം എന്ത് ചെയ്തിരിക്കുക, എല്ലാം 2 വർഷം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് 4 വർഷം കഴിയുമ്പോൾ വർഷം കൂടുന്നതിനനുസരിച്ച് നമ്മൾ തകഞ്ഞതായി. പിന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. ഞാൻ പറയുന്നതിന്റെ പശ്ചാത്തലം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. ഞാൻ അതിനെ ഒന്നും കൂടെ ഒന്ന് ചേർത്ത് പറയാം. രക്ഷിക്കപ്പെട്ട നാളിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാനും 2 വർഷം കഴിഞ്ഞപ്പോൾ 1.5 മണിക്കൂറായി. 3 വർഷം കഴിഞ്ഞപ്പോൾ 1/2 മണിക്കൂർ പോയി 15 മിനിറ്റായി. 10 മിനിറ്റ് പോലും എന്ത് ചെയ്യുന്നില്ല. പ്രാർത്ഥനയ്ക്ക് വന്ന ദൈവവചനം തുറന്ന് നമ്മൾ കേൾക്കുമായിരുന്നു. ഇപ്പോൾ വരുമ്പോഴേ നമുക്ക് അതും വേണ്ട. നമ്മൾ ഇരുന്നങ്ങ് തരിക. എന്തുവാ അന്ന് പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്തോ? വചനവും തുറക്കത്തില്ല. എന്താ കാര്യം? എന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ എപ്പോഴും ദൈവവചനം വായിക്കുമ്പോൾ ഈ എബ്രായ വിശ്വാസികളോട് പറയുന്ന ഒരു വാക്കുണ്ട്, കാലം നോക്കിയാൽ നിങ്ങൾ ആരാണ് തുടങ്ങിയാലും. ഞാൻ എനിക്കിന്ന് ഇവിടെ പറഞ്ഞാണെന്ന് തോന്നുന്നു. 38 വർഷം വിശ്വാസ പാരമ്പര്യത്തിൽ പരിചയമുള്ളവരാണ് കർത്താവ് പറയുന്നത് കാലം നോക്കിയാൽ. പക്ഷെ ഇപ്പോഴും എന്തുവാ? ആദ്യ പാഠങ്ങളാ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണ്ടേ. കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. മനോഭാവം ഞാൻ മനസ്സിലാക്കിയത് എല്ലാം തികഞ്ഞെന്നുള്ള മനോഭാവം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് വന്ന് നമ്മളിരിക്കുന്ന
മനോഭാവം നോക്കി. പണങ്ങരുത് കേട്ടോ. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ മനോഭാവം നോക്കി, കൂട്ടായ്മയോട് നമ്മുടെ മനോഭാവം നോക്കി, ആരാധനയോട് നമ്മുടെ മനോഭാവം നോക്കി, ദൈവിക കാര്യങ്ങളോട് നമ്മുടെ മനോഭാവം നോക്കി. കാരണം നമ്മൾ എന്ത് ചെയ്തു? എല്ലാം എന്ത് ചെയ്തു? ഇവിടെ കർത്താവ് പറയുക, ആത്മാവിൽ നിങ്ങൾ ആരാകണം? ആത്മാവിൽ എന്ത് ചെയ്യണം? എന്നിട്ട് നിങ്ങൾ അടുത്ത വാക്യം ഒന്ന് വായിക്കണം. അവിടെ പറയുക, സ്വർഗരാജ്യം. ഞാൻ അതിനെ ഒന്നും കൂടെ ചേർത്ത് പറയാം. ആത്മീക ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ എന്റെ നീതി ഒന്നും അല്ലേ കർത്താവേ ദൈവത്തോട് എന്ത് ചെയ്യുക? നമ്മൾ ചിലപ്പോൾ പൊങ്ങച്ചം പറയാറുണ്ട്, ഞാനേ അവിടെ നിന്ന് രക്ഷിക്കപ്പെട്ട് ഇങ്ങോട്ട് വന്നതാ, ഞാൻ ആ കുടുംബത്തിലെ ഈ കുടുംബത്തിലെയാ. നമുക്ക് പറയാൻ, പൊങ്ങച്ചം പറയാൻ നമുക്കെന്താ, നമുക്ക് പലതുവാ. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ഇവിടെ പറയുക, എന്റെ നീതി ഒന്നും അല്ല, എനിക്ക് ജീവിക്കാൻ അങ്ങ് സഹായിക്കാതെ പറ്റില്ല എന്ന് ഒരു മനോഭാവമാണ് ആരോട് ബന്ധത്തിൽ വേണ്ടത്? ദൈവത്തോടുള്ള. ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ എനിക്ക് എന്തില്ല? ഒരു യോഗ്യത. എന്നിൽ തന്നെ ഒന്നുമില്ല. ഞാൻ ആരാ കർത്താവേ? ഞാൻ ഒരു ബാങ്ക്രപ്റ്റ് ആയ വ്യക്തിയാണ്, ഞാൻ പാപ്പരായ വ്യക്തിയാണ് എന്നുള്ള മനോഭാവമാണ് ആരോട് ബന്ധത്തിൽ വേണ്ടത്? ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് നമുക്ക് ഇവിടെ ചെല്ലാൻ കഴിയുന്നില്ല. ദൈവസന്നിധി ചെല്ലാൻ നമ്മൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവസന്നിധി ചെല്ലാൻ കഴിയത്തില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഞാൻ ഈ വാക്യത്തെ അത്ര ആഴമായി പറയുന്നതിന് വിട്ട കാര്യം, നമ്മളെ അവൻ മിടുക്കല്ല നമ്മളെ ദൈവസന്നിധി നിർത്തുന്നത്, മറിച്ച് നമ്മളെ ആരാക്കുക. നമ്മൾ കർത്താവിനുള്ള മനോഭാവം എങ്ങനെ ആക്കണം? കർത്താവ് ഞാൻ ആരാ? പാപ്പരായ വ്യക്തിയുടെ ചിന്ത അങ്ങ് സഹായിക്കാത്തിടത്തോളം കാലം, അങ്ങയുടെ മുൻപിൽ നിന്നുള്ള സഹായം എനിക്ക് ലഭിക്കാത്തിടത്തോളം കാലം ഞാൻ എന്ത് ചെയ്യുന്നില്ല. ഞാൻ അതിനെ ദൈവമക്കളോട് പറയും, ഇറങ്ങിയ സമയങ്ങളിലൊക്കെ നമുക്ക് ഇതൊക്കെ ആഴമായിട്ടുണ്ടായിരുന്നു. ഏത് ഈ ഒരു ചിന്ത. അതുകൊണ്ട് സഹോദരങ്ങളും മറ്റവരൊക്കെ നമ്മളെ പിന്തുണയ്ക്കുമ്പോൾ നമുക്ക് ഒന്നും കൂസലാകില്ലായിരുന്നു. കാരണമല്ല, നമുക്കറിയാം നിൽക്കണമെങ്കിൽ ആരെ വേണം. പക്ഷെ വർഷം മുന്നോട്ട് പോയപ്പോൾ ഈ മനോഭാവമൊക്കെ എന്ത് ചെയ്തു? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മളോട് ഓരോരുത്തരും ദൈവത്തിന്റെ ആത്മാവിന് ഈ വചനമെടുത്ത് സംസാരിക്കുന്ന ഒറ്റ കാര്യമാണ്, ഈ ഒരു മനോഭാവത്തിൽ നമ്മൾ മടങ്ങി വരണം. ഈ ഒരു മനോഭാവത്തിൽ മടങ്ങി വരണം. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നിങ്ങളോട് സംസാരിക്കുന്നുവെങ്കിൽ കർത്താവിനോട് പ്രതികരിച്ചു തുടങ്ങിയത് കർത്താവിനോട് പറയണം, കർത്താവ് മടക്കി വരുത്തണം. ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇത് കേൾക്കാൻ നമുക്കാർക്കും നല്ലൊരു ശതമാനത്തിൽ അത് ഇഷ്ടം. നമ്മുടെ മനോഭാവം, നമ്മുടെ മുഖം നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് എത്ര പേർക്ക് ദഹിക്കുന്നു. ദഹിച്ചാലും ദഹിച്ചില്ലേലും വചനം അതാണ്. അടുത്ത വാക്യം അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലല്ല, അതിന് മുമ്പുണ്ട്. ആത്മാവ് ദരിദ്രരായ അടുത്ത പദം. അപ്പൊ സ്വർഗ്ഗരാജ്യത്തിൽ പോണെങ്കിൽ എന്താ വേണ്ടത്? ഈ മനോഭാവം. ഏത് മനോഭാവം? അപ്പ ഞാൻ പാപ്പൻ, അപ്പ ഞാൻ എന്റെ സ്ഥിരം ഒരു ഭാഗം ഞാൻ പറയാറുണ്ട്. നമ്മൾ ടിക്കറ്റും ഫീസും എടുത്തിട്ടിരിക്കുക. എവിടെ പോകാൻ? രക്ഷിക്കപ്പെട്ടു എല്ലാം എല്ലാം തരുന്നു. എടുത്തു വെച്ചിട്ടിരിക്കുക. ടിക്കറ്റും ഫീസും എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് പറയുക, ഈ മനോഭാവം ഇല്ലെങ്കിൽ എവിടെ കിടക്കുകയില്ല, എവിടെ കിടക്കുകയില്ല. നമ്മള് ഞായറാഴ്ചകൾ ചിന്തിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഫിലിപ്പിയർ ലേഖനം 3-10 വാക്യം 9 വാക്യം. ഞാൻ ക്രിസ്തുവിനെ
എന്ത് ചെയ്യേണ്ടത്? നേടേണ്ടത്. അല്ലേ? ക്രിസ്തുവിനെ നിങ്ങളാ വാക്യത്തിലേക്ക് ഒന്ന് കടന്നു വന്നേ. ഞാനത് വിവരിക്കുന്നില്ല, മറ്റു ഭാഗം നമുക്ക് ചിന്തിക്കാം. അവിടെ ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം പൗലോസ് പറയുക, എന്റെ സ്വന്തം എന്ത് പൗലോസിന് സ്വന്തം നീതി? 4-ാം വാക്യം മുതൽ ഇങ്ങോട്ട് നോക്കിയേ. പക്ഷെ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. അടുത്ത വാക്യം, മറ്റാർക്കാരും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക്. ഇനി നിങ്ങൾ നോക്കണം പുള്ളിക്ക് എന്തൊക്കെയാ പറയാനുള്ളത്. 1, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷൻ ആര്? അടുത്തത് ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചു. അടുത്ത വന്നു നോക്കി, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് എന്ത് ചെയ്യാം? വാക്കിന്റെ അർത്ഥം അതിന്റെ അർത്ഥം താൻ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെന്നല്ല. ഇതിന്റെ അർത്ഥം പാപമൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ പാപ പരിഹാരത്തിന് പറയുന്ന എല്ലാ കാര്യങ്ങളും താൻ ചെയ്ത് ഇപ്പം ദൈവസന്നിധി എന്ത് ചെയ്യുക? നിൽപ്പാൻ യോഗ്യനാണ്. ഏത് സംബന്ധിച്ച്? ന്യായപ്രമാണം അവൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന് പരിഹാരമായി ചെയ്യേണ്ട എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ ഞാൻ ആരാ ന്യായപ്രമാണം സംബന്ധിച്ച് നിൽക്കാൻ? ഇതൊക്കെ പറഞ്ഞു വന്നിട്ട് നാം വായിച്ച 9-ാം വാക്യത്തിൽ പൗലോസ് അറിയാം, എനിക്കിതെല്ലാം എന്റെ സ്വന്തം നീതിയാണ്, ഇതെല്ലാം എന്റെ സ്വന്തം നീതിയാണ്. പക്ഷെ താൻ പറയുക, എന്റെ ഈ സ്വന്തം നീതി അല്ല, എന്റെ ഈ സ്വന്തം നീതി അല്ല എന്നെ വീണ്ടെടുത്തത്, എന്നെ രക്ഷിച്ചത്. മറിച്ച് പറയുക, ക്രിസ്തുവിലുള്ള വിശ്വാസം. ഞാൻ എന്താ ദൈവമക്കൾ ഇത് പറഞ്ഞതെന്നറിയാമോ? സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനം, സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ നമുക്കുണ്ടാകേണ്ട ഒരു മനോഭാവമാണ്. ആത്മീകമായി ഞാൻ ആരാ? ഞാൻ ദരിദ്രൻ, ഞാൻ പാപ്പയാണ്. നിഗളികൾക്കുള്ളതല്ല എന്ത്. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നിഗളിക്കാൻ ഒന്നുമില്ല. ഇവിടെ ദൈവാസം പറഞ്ഞുകൊണ്ട് ആരിൽ ഒരാൾ രക്ഷിക്കപ്പെട്ടു വരും, നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ ഓർക്കുന്നില്ല എത്രയോ കോടികൾ നരകത്തിലേക്ക്. പിന്നെ നമ്മൾ പറയുന്നത് ഞാൻ വെച്ച സഭ, ഞാൻ കൊണ്ടുവന്ന വ്യക്തി, ഞാൻ നേടിയത്, ഞാൻ ചെയ്തത്, നമ്മൾ ചെയ്തു. നമ്മളെന്താ പറയുക? നമ്മുടെ നീതികൾ എന്ത് ചെയ്യുക? ദൈവമക്കളെ, നമുക്ക് ഇതിനകത്ത് പോരാനൊന്നും കാരണം സ്വർഗരാജ്യമാണുള്ളത്. ആത്മാവിൽ എന്തുള്ളതാണ്? ആത്മാവിൽ എന്ത് ചെയ്യുന്നവർക്കാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും തികഞ്ഞ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് വ്യക്തമായി പറയുന്നൊരു കാര്യം, വചനത്തോട് നമ്മോട് പറയുന്നൊരു കാര്യം, ആ മനോഭാവം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യണം? അത് മാറിയില്ലെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ ഭാഗം കൊണ്ട് ഇന്നത്തെ രാത്രിത്തെ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ സ്വർഗരാജ്യത്തിൽ കടക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവം, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത മനോഭാവം എന്ത് ചെയ്യണം? ഓരോ ദിവസം വളരുന്തോറും നാം ദൈവസം എങ്ങനെയുള്ളവരെ മാറണം. ഭയങ്കര
അങ്ങയുടെ മുൻപിൽ യാചിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു മനോഭാവം എന്ത് ചെയ്യണം? കർത്താവ് പറയുക, ചേർന്ന് പറയുന്ന വാക്യം, ആത്മാവിൽ ദരിദ്രരായവർ. അടുത്ത വാക്യം, സ്വർഗരാജ്യം. ഈ വാക്യം കാണാൻ പഠിക്കാൻ എന്നെ ദൈവം വിളിച്ചത്. ഈ വാക്യം നമ്മുടെ മനോഭാവമായി മാറട്ടെ. ഈ ഭാവം നമ്മുടെ മനോഭാവമായി മാറട്ടെ. നമ്മുടെ സ്വഭാവത്തിന് രൂപാന്തരം വന്നിട്ടില്ലെങ്കിൽ കർത്താവിനോട് പറയണം, ദൈവം എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ കൂടാതെ, ആ ക്രിസ്തുവിനുള്ള മനോഭാവത്തിൽ കൂടാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ തുറന്ന ക്ലാസ്സിൽ നിന്ന് ബാക്കി ഭാഗം ചിന്തിക്കാം. നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ആന്തരികമായ ഒരു സ്വഭാവത്തിന് രൂപാന്തരം, ആന്തരികമായ എന്റെ സ്വഭാവത്തിന് എന്ത് ചെയ്യണം? ഇല്ല, തികഞ്ഞൊരു ഭാവമുണ്ട് എനിക്ക്. കർത്താവേ പാപരായ അവസ്ഥയിലേക്ക് എന്നെ ചെയ്യണം. ദൈവമായിട്ടുള്ള ആത്മാവിൽ ആരായി മാറണം? ദൈവനായി മാറാൻ ദൈവം ചെയ്യണം. നമ്മുടെ കണ്ണുകൾ നമുക്ക് ദൈവം സംഘാടനം നമുക്ക് ദൈവം സംഭവിച്ചു.